ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെപ്പറ്റി ബൈബിളിൽ പരാമർശിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പരാമർശം ഉണ്ട് എങ്കിൽ അത് അലക്സാണ്ടർ ചക്രവർത്തി മനസ്സിലാക്കിയിരുന്നോ എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ആ ചിന്തയിലേക്ക് പോകണമെങ്കിൽ നാം കുറച്ച് ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ വിവരിക്കുന്നത് മലാഖിക്കും മത്തായിക്കും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് വിവരിക്കുന്നത്. പേർഷ്യൻ ആധിപത്യത്തിൻ്റെ കീഴിൽ യഹൂദന്മാർക്ക് സ്വന്തം നാട്ടിൽ വന്ന് ചേരുന്നതിനും അങ്ങനെ സ്വന്തമായി ഉദാഹരണം നേടുന്നതിനും ഇടയായി. ഇവർക്ക് പുരാതന മഹത്വം പൂർണ്ണമായി വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു പരിധിവരെ അവരുടെ മതപരവും സാമൂഹികവുമായ മൂല്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുവാൻ അവർക്ക് അന്ന് കഴിഞ്ഞിരുന്നു. BC 336 ദാര്യാവേശ് മൂന്നാമൻ്റെ ഭരണത്തോടു കൂടെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അവസാനം സംഭവിക്കുന്നത്. ഇതിന് പ്രധാന കാരണം അവരുടെ കൊട്ടാരത്തിലെ ചില അന്തചിത്രങ്ങൾ തന്നെയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മാസിഡോണിയയിൽ ദൈവിക പദ്ധതി പ്രകാരം വലിയ രാഷ്ട്രീയ വ്യതിയാനങ്ങൾ സംഭവിക്കുകയായിരുന്നു. BC 338 ചിറോണിയൻ യുദ്ധത്തെ തുടർന്ന് ഗ്രീക്ക് മാസിഡോണിയ സംയുക്ത രാഷ്ട്രത്തിൻ്റെ സൈനിക തലവനായി ഫിലിപ്പിനെ നിയോഗിച്ചു. BC 336 അദ്ദേഹം തൻ്റെ സൈന്യത്തെ ഏഷ്യയിലേക്ക് അയക്കുന്നത്. എന്നാൽ രാജ്ഞി ഒളിമ്പിയാസിൻ്റെ പ്രേരണയാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളാൽ തന്നെ അദ്ദേഹം വധിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അലക്സാണ്ടർ 20-ാമത്തെ വയസ്സിൽ സൈന്യാധിപനായി അധികാരം ഏറ്റു. ഗ്രീസിൽ തൻ്റെ അധികാരം അലക്സാണ്ടർ ഭദ്രമാക്കി. BC 334 അദ്ദേഹം ഏഷ്യയിൽ പ്രവേശിച്ചു. ഈ സമയം അലക്സാണ്ടറുടെ വലിയ സൈന്യത്തിൽ തത്വചിന്തകന്മാരുണ്ടായിരുന്നു, സാഹിത്യകാരന്മാരുണ്ടായിരുന്നു, അങ്ങനെ വിവിധ തരത്തിലുള്ള അനേകരുണ്ടായിരുന്നു. അവരെല്ലാവരും ഉൾപ്പെടെ ഏകദേശം 32,000 കാലാൾപ്പടയും 23,000 പേരുള്ള കുതിരപ്പടയും ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഈ സൈനിക വ്യൂഹവുമായി അദ്ദേഹം യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന ഹെല്ലസ്പോണ്ട് ജലസംഗമം കടന്ന് ഗ്രാനിക്കസ് നദീതീരത്ത് അദ്ദേഹം എത്തി എന്ന് ചരിത്രം പറയുന്നു. അവിടെ വെച്ചാണ് പേർഷ്യയുടെ പടിഞ്ഞാറേ സംരക്ഷണ സേനയെ തോൽപ്പിച്ചതും തുടർന്ന് പശ്ചിമേഷ്യ യുദ്ധം കൂടാതെ അദ്ദേഹത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട ദാര്യാവേശ് അലക്സാണ്ടറിനോട് സമാധാന സന്ധിക്കായി അപേക്ഷിച്ചു. എന്നാൽ അദ്ദേഹം വഴങ്ങാതെ ദാര്യാവേശിൻ്റെ ഭാര്യയെയും അമ്മയെയും തടവിലാക്കുകയാണ് ചെയ്തത്. കുറേ നാൾ കഴിഞ്ഞ ശേഷം അലക്സാണ്ടർ അവരോട് ആദരവുണ്ടാകുകയും അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകുകയും അവരെ തടവിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ 450 മാസിഡോണിയക്കാരും 1,11,000 പേർഷ്യക്കാരും മരിച്ചു. ഇതിനുശേഷം അലക്സാണ്ടർ ഇസസിൽ നിന്ന് സിറിയ വഴി ഫൊയ്നീക്യ, പാലസ്തീൻ, ഈജിപ്റ്റ് എന്നിവിടങ്ങളിലേക്ക് തിരിഞ്ഞ് ഓരോ പട്ടണവും കീഴടക്കി മുന്നേറുകയായിരുന്നു. സീദോൻ കീഴടക്കിയ ശേഷം സോറിൻ്റെ നേരെ തിരിഞ്ഞു. ഇതിനെക്കുറിച്ച് ഈ സംഭവത്തിന് 250 വർഷങ്ങൾക്ക് മുമ്പ് യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 3 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. യഹോവയായ കർത്താവ് ഈ പ്രകാരം അരുളി ചെയ്യുന്നു: സോരേ, ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. അവർ സോറിൻ്റെ മതിലുകളെ നശിപ്പിച്ച് അതിൻ്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. ഞാൻ അതിൻ്റെ പൊടി
അടിച്ചു വാരിക്കളഞ്ഞ് അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിൻ്റെ നടുവിൽ വല വിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും. ഞാൻ നിന്നെ വെറും പാറയാക്കും, അത് വല വിരിപ്പാനുള്ള സ്ഥലമായി തീരും. നിന്നെ ഇനി പണികയില്ല എന്ന് നാം അവിടെ വായിക്കുന്നു. നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ രഥങ്ങളോടും കുതിരകളോടും കൂടെ സോറിന് നേരെ വരുമെന്നത് നിവൃത്തി ആയെങ്കിലും ഈ പ്രവചനം സമ്പൂർണമായി നിവർത്തീകരിക്കപ്പെട്ടത് അലക്സാണ്ടറുടെ ആക്രമണത്തിലാണ്. BC 332 നടന്ന ഈ യുദ്ധത്തിൽ ജനങ്ങൾ ഏകദേശം 8000 പേർ മരിക്കുകയും 30,000 പേർ അടിമകളാകുകയും ചെയ്തു. സോരിമേലുള്ള ആക്രമണത്തിന് ശേഷം അലക്സാണ്ടർ വീണ്ടും തെക്കോട്ട് നീങ്ങി ദക്ഷിണ പാലസ്തീനിലെ ഗസ പിടിച്ചടക്കി യെരുശലേമിൽ എത്തിച്ചേർന്നു. ലോകപ്രസിദ്ധനായ യഹൂദ ചരിത്രകാരൻ ജോസിഫസ് ഇതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. യെരുശലേമിൽ അലക്സാണ്ടർ ചക്രവർത്തി പ്രവേശിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന മഹാപുരോഹിതനായ യദൂവയും ശുഭ്രവസ്ത്രധാരികളായ പുരോഹിതന്മാരും അദ്ദേഹത്തിന് ഗംഭീരമായ ഒരു സ്വീകരണമാണ് നൽകിയത്. ഇത് അലക്സാണ്ടറെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അലക്സാണ്ടറെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം യദൂവ മഹാപുരോഹിതൻ അലക്സാണ്ടർക്ക് കാണിച്ചു കൊടുത്തു. അത് നാം കാണുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യവും 8-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യവും 20-ഉം 24-ഉം വാക്യങ്ങളും 13-ാം അധ്യായം 3-ാം വാക്യത്തിലുമാണ് നാം കാണുന്നത്. ഇതുമൂലം യെരുശലേമിലേക്കുള്ള തൻ്റെ പ്രവേശനം ദൈവീക പദ്ധതി പ്രകാരമെന്ന് അലക്സാണ്ടർ മനസ്സിലാക്കുകയും യെരുശലേമിനെ നാശത്തിൽ നിന്ന് വിടുവിക്കുകയും അത് യഹൂദന്മാർക്ക് സഹായകമായി ഭവിക്കുകയും ചെയ്തു. തുടർന്ന് അലക്സാണ്ടർ ഈജിപ്തിനെ വലിയ എതിർപ്പ് കൂടാതെ പിടിച്ചടക്കി. അവിടെ നൈൽ നദീതീരത്ത് അലക്സാണ്ട്രിയ എന്ന നഗരം സ്ഥാപിച്ചു. അർബലയിൽ വെച്ച് ദാരിയാവേഷ് മൂന്നാമൻ അലക്സാണ്ടറുമായി വീണ്ടും യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ പേർഷ്യൻ സൈന്യം പരാജയപ്പെടുകയും അനുയായികൾ ദാരിയാവേഷിനെ വധിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. ദാരിയാവേഷിൻ്റെ ശവശരീരം ബഹുമതികളുടെ അടക്കം ചെയ്തു. പിന്നീട് അലക്സാണ്ടർ ബാബിലോൺ വഴി സൂസണിലും തുടർന്ന് പെർസിപ്പോലിസിലും എത്തി. BC 480 ഒരു പ്രതികാരമെന്ന വണ്ണം സ്വന്തം കൈകൊണ്ട് പേർഷ്യൻ കൊട്ടാരം അലക്സാണ്ടർ ചക്രവർത്തി തീ വെച്ച് നശിപ്പിച്ചു. അതിനുശേഷം അലക്സാണ്ടർ കിഴക്കോട്ട് തിരിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ വഴി നമ്മുടെ ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്നു. BC 327 കാബൂൾ പിടിച്ചടക്കി. തുടർന്ന് സിന്ധു നദി കടന്ന് തക്ഷശിലയിലെത്തിയ അലക്സാണ്ടറെ അവിടുത്തെ രാജാവ് അംഫി സ്വീകരിച്ചു. പിന്നീട് ചലം നദീതടത്തിലെ രാജാവായ പോറസിനെ അലക്സാണ്ടർ നേരിട്ടു. പോറസിന് അന്ന് 30,000 കാലാളും 4,000 കുതിരപ്പടയാളികളും 300 തേരുകളും 200 ആനകളും ഉണ്ടായിരുന്നു. അലക്സാണ്ടർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയെങ്കിലും രാജ്യം തിരികെ കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നാട്ടിലേക്ക് മടങ്ങുവാൻ നിർബന്ധിതനായ അലക്സാണ്ടർ താൻ കീഴടക്കിയ ഇന്ത്യൻ സ്ഥലങ്ങളെ 3 ഭാഗങ്ങളായി തിരിച്ച് ഗ്രീക്ക് കോളനികൾ സ്ഥാപിച്ചു. ഇതിനുശേഷം തുടർന്നുള്ള യാത്രാ മധ്യേ BC 323 അലക്സാണ്ടർ ബാബിലോണിൽ വെച്ച് നിര്യാതനായെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു ഏകലോക രാഷ്ട്രം ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു അലക്സാണ്ടറുടെ നീക്കം. അതുകൊണ്ട് താൻ ജയിച്ചടക്കിയ സ്ഥലങ്ങളിൽ നഗരങ്ങൾ പണിയുകയും മിശ്ര വിവാഹങ്ങൾ നടത്തുകയും ചെയ്തു. ഇവിടെയെല്ലാം ഗ്രീക്ക് സംസ്കാരം അദ്ദേഹം വ്യാപിപ്പിച്ചു. അലക്സാണ്ടറുടെ മരണത്തെ തുടർന്ന് ദാനിയേൽ 8:8 പറയുന്ന പ്രവചന നിവൃത്തിയായി രാജ്യം 4 വിഭാഗിക്കപ്പെട്ടു. അലക്സാണ്ടറുടെ ആക്രമണം ഗ്രീക്ക് സംസ്കാരം വ്യാപിപ്പിക്കുവാൻ വളരെ സഹായകമായി.
അലക്സാണ്ടർ കേവലം ഒരു പരാക്രമശാലി മാത്രമായിരുന്നില്ല, അരിസ്റ്റോട്ടിലിന്റെ കീഴിൽ അഭ്യസിച്ചത് മൂലം നല്ലൊരു തത്വചിന്തകനും കലാകാരനുമായിരുന്നു. ഇതുമൂലം അനേകരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ പാരമ്പര്യം തന്നെയാണ് ടോളമികൾ നിലനിർത്തിയിരുന്നത്. അതുകൊണ്ടാണ് അലക്സാണ്ട്രിയ നഗരത്തിൽ പ്രസക്തമായ മ്യൂസിയവും വിശ്വവിഖ്യാതമായ ഒരു ലൈബ്രറിയും രൂപം കൊണ്ടത്. യഹൂദന്മാർ ഇവിടെയും ധാരാളമായി കുടിയേറി. ഈ കാലഘട്ടം യഹൂദന്മാർക്ക് നല്ലതായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചു. അങ്ങനെ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങൾ സംയോജിച്ച് ഹെല്ലനിസം എന്നറിയപ്പെട്ട ഒരു പുതിയ സംസ്കാരം ഉടലെടുക്കുകയാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.